ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇനി വന്നില്ലേ, തൊട്ടടുത്തായി. ഇനി 4 ദിവസം കൂടെ ഉള്ളു ക്രിസ്മസിന്. അപ്പോൾ എല്ലാവരും വൈൻ്റെയും കേക്കിൻ്റെയൊക്കെ മേക്കിംഗ് പ്രോസസ്സിൽ ഇങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പം ഞാനും വിചാരിച്ചു നമുക്ക് ഒരു ചെറിയ വൈൻ ഉണ്ടാക്കാം, വളരെ പെട്ടെന്ന് ഉപയോഗിക്കാം. 4 ദിവസമല്ലേ ഉള്ളൂ, അപ്പം 4 ദിവസം കൊണ്ടെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൈൻ ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോഴിപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വൈന് നമ്മുടെ ബീട്രൂട്ടിൻ്റെയാണ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈൻ ബീട്രൂട്ടാണ്, ഇപ്പം ഗ്രേപ്സും ഒന്നുമല്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ആ ബീട്രൂട്ട് വൈൻ തന്നെ ഞാനും അങ്ങ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ എല്ലാവർക്കും, കൊച്ചു പിള്ളേർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടാണ് ഇപ്പോൾ ഈ ബീട്രൂട്ട് വൈൻ്റെ മേക്കിങ്. അപ്പം ഞാനും വിചാരിച്ചു നമുക്ക് ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാം. അപ്പം നമുക്കും ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1/2 കിലോ ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി പീൽ ചെയ്തെല്ലാം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ 1 കഷ്ണം ഇഞ്ചി, 1 കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പു, ഇത്രയും മതി. പിന്നെ ഏലക്ക വേണ്ടുന്നവർക്ക് ചേർക്കാം. പിന്നെ നമ്മുടെ ജാതിക്ക ഉണ്ടല്ലോ, അത് വേണ്ടുന്നവർക്കും ചേർക്കാം. ഇപ്പം ഞാൻ ഏലക്കായും ജാതിക്കായും ചേർക്കുന്നില്ല. പിന്നെ 1/2 കിലോ ബീട്രൂട്ട് ആകുമ്പോൾ എങ്ങനെ പോയാലും ഒരു 1.5 കപ്പ് പഞ്ചസാര വേണം. 1 മുതൽ 1.25 ലിറ്റർ വരെ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ചെയ്യുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വേവിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കുക്കർ വേണം. പിന്നെ അത് അരിച്ചൊഴിക്കാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്റ്റീലിൻ്റെ കണ്ടെയ്നറുകളോ ചരുവോ ഗ്ലാസ് ബൗളുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിൽ എന്തായാലും അലൂമിനിയത്തിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കരുത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചരുവും ഡ്രൈ ആക്കി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റീൽ തവിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനൊരു ഗ്ലാസ് ബൗളും കഴുകി ഉണക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഞാൻ ക്രിസ്മസ് ഫാദറിനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചേക്കുകയാണ്. അപ്പം നമുക്കും ഒരു ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാം, ക്രിസ്മസിൻ്റെ അന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ബീട്രൂട്ടെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ ബീട്രൂട്ടെല്ലാം ഗ്രേറ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ ഈ മിഷൻ ഉള്ളത് കൊണ്ട് എളുപ്പം പറ്റി. മറ്റേ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്യാനൊക്കെ എൻ്റെ കൈക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇതൊന്നും ഇല്ലാത്തവർ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇത് നല്ല കളറുള്ള ബീട്രൂട്ടാണ്, കണ്ടില്ലേ, നല്ല ബീട്രൂട്ടാണ്. നമ്മൾ അടിച്ചെടുത്തപ്പോൾ ഏകദേശം ഒരു പ്ലേറ്റ് നിറച്ചുണ്ട്. 1/2 കിലോ, കറക്റ്റ് 1/2 കിലോയാണ്. ഞാൻ കടയിൽ നിന്ന് ബീട്രൂട്ട് വാങ്ങിച്ചപ്പോൾ 1/2 കിലോ കറക്റ്റ് തൂക്കി തന്നെയാണ് വാങ്ങിച്ചത്. വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓരോന്ന് മാറ്റിയാൽ ശരിയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് തൂക്കി തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയുണ്ട് കണ്ടോ. എല്ലാം നമുക്ക് ഒട്ടും കളയാതെ എല്ലാത്തിനെയും നമുക്കിങ്ങനെ എടുക്കാം. ബീട്രൂട്ടിനെല്ലാം വടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ബീട്രൂട്ടിനെ നമുക്കൊരു കുക്കറിനകത്തോട്ടിട്ട് നന്നായിട്ടൊരു 3 വിസിലടിപ്പിക്കത്തക്ക രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാനിനി ആ സൈഡിലോട്ട് ഗ്യാസിൻ്റെ അടുക്കലോട്ട് പോവുകയാണ്. അപ്പം ഞാനൊരു കുക്കർ അടുപ്പേ വെച്ചു. അതിലേക്ക് നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ടിനെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടുകൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് വെള്ളം, ഞാനിപ്പം ഇച്ചിരി ലൈറ്റായിട്ടിരിക്കാനായിട്ടാണ് ഞാൻ 1.25 ലിറ്റർ വെള്ളം ഒഴിക്കുന്നത്. ഇച്ചിരി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്നത് ഈ പട്ട, ഈ വലിയ കഷ്ണം ഗ്രാമ്പൂ, ഈ ഇഞ്ചി ഒന്ന് കുത്തിച്ചതച്ച് കൊണ്ടുവരട്ടെ ഞാൻ. എന്നിട്ട് നമുക്കതിനകത്തിടാം. ഇഞ്ചി ഇങ്ങനെ കുത്തിച്ചതച്ചുണ്ടായിരുന്നു. നമ്മുടെ ഇടികല്ലിലോ എല്ലാം വെച്ചിട്ടൊന്ന് ചതച്ച് ഇടണം. ഗ്രാമ്പൂ ഒക്കെ വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ ഇടാം. ഗ്രാമ്പൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഏലക്ക
വിസിൽ നമുക്ക് അടിപ്പിക്കാം. 4 വിസിലിൽ അടിക്കുന്നിടം വരെ നമുക്കിതിനെ ഒന്ന് അടച്ച് ഭദ്രമാക്കി വയ്ക്കാം. അവിടെ ഇരുന്ന് 4 വിസിലടിക്കും. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഒരു 4 വിസിലടിച്ചിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയി ഞാൻ തുറന്ന് കാണിക്കാം. കണ്ടോ, കളറ് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നല്ല കളറല്ലേ? എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നല്ല മണമുണ്ട്. പട്ടയുടെയും ഗ്രാമ്പൂ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടതിൻ്റെ നല്ലൊരു മണമുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഇനിയൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനിയുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട. പാത്രത്തിനൊന്നിലും ഈർപ്പമയം പാടില്ല. ഞാൻ പറഞ്ഞിരുന്നു, നന്നായിട്ട് ചൂടാക്കി തുടച്ച് എല്ലാ സാധനങ്ങളും, സ്റ്റീലിൻ്റെ ആയാലും ഗ്ലാസ് ബൗളായാലും എല്ലാം നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കിയിരിക്കണം. ഇനി നമുക്കിതിനകത്ത് പ്രധാനപ്പെട്ട 2-3 സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. ഞാൻ നല്ലപോലെ ഡ്രൈ ആയ ഒരു സ്റ്റീൽ ചരുവത്തിനകത്തോട്ട് നമ്മുടെ വൈനെ അങ്ങോട്ട് അരിച്ചൊഴിക്കുകയാണ്. ഇങ്ങനൊന്ന് പ്രസ് ചെയ്തുകൂടെ നമുക്കിതിനെ എല്ലാം അങ്ങ് എടുക്കാം. അപ്പം ഞാനിതിനെ എല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് കാണിക്കാം. നമ്മളിതെല്ലാം അരിച്ചൊഴിച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ, തവിയൊന്നും ഈർപ്പമയം പാടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കിലോയാണ് നമ്മുടെ ബീട്രൂട്ട്. 1.25 ലിറ്റർ വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പം 1.5 കപ്പ് പഞ്ചസാര ഇട്ടു. നമുക്കൊന്ന് ഇളക്കാം. നല്ല ചൂടാക്കി വെച്ചേക്കുന്ന തവിയൊക്കെയാണിത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മണമാണ്. പട്ട, ഗ്രാമ്പൂ, ഇഞ്ചി, ഏലക്കയുടെ ഇടാത്തതുകൊണ്ട് അതിൻ്റെ മണം ഇഷ്ടമല്ല ഇവിടെ ആർക്കും. അതുകൊണ്ട് ഞാൻ ഇടാത്ത. ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ഇടാം, പിന്നെ ജാതിക്ക ഇടാം. വൈന് മധുരം കൂടുതൽ വേണമെന്നവർക്ക് മധുരം കൂടുതലിടാം. എനിക്ക് മധുരമുള്ള വൈനാണ് ഇഷ്ടം. ഇവിടെ മോനും മധുരമുള്ള വൈനാണ് ഇഷ്ടം. മോക്കും മധുരമുള്ള വൈനാണ് ഇഷ്ടം. അത് ഹസ്ബൻഡ് പിന്നെ വലുതായിട്ടൊന്നും ഉപയോഗിക്കത്തില്ല. മധുരമുണ്ട്. നമ്മളിനി ഇതിനകത്തേക്ക് അടുത്ത പ്രധാനപ്പെട്ട സാധനം ചേർക്കാൻ പോകുന്നത് ഈസ്റ്റ് അല്ലെങ്കിൽ ഗോതമ്പ്. ഗോതമ്പ് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ട് അതിൽ ഒരു 1/4 കപ്പ് ഇടാം. അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ കണക്കാക്കി ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റ്. ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ഗോതമ്പിട്ടാണ് ഉണ്ടാക്കിയത്. ഈ പ്രാവശ്യം ഞാൻ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്നത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇത് നമുക്ക് ഇച്ചിരി തണുത്ത്, ഇപ്പം ഓൾറെഡി ഒരു ഇച്ചിരി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞിട്ട് പഞ്ചസാര അലിഞ്ഞു. ചൂടുള്ളതിനകത്തോട്ടല്ലേ ഇട്ടുന്നത്, കണ്ടില്ല? പഞ്ചസാര അലിഞ്ഞു. ആവശ്യത്തിന് ഇപ്പം മധുരമുണ്ട്. നമുക്ക് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇളക്കാം.
തുടച്ചുണങ്ങിയ ഒരു പാത്രം വെച്ച് ഒരിച്ചിരി സമയം കൂടെ നമുക്കിങ്ങനെ പകുതി ഗ്യാപ്പിട്ട് അടച്ചു കൊടുക്കാം. കാരണം കുറച്ചുകൂടെ ചൂടുണ്ട്. അതെല്ലാം ഒന്ന് ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോട്ടിൽ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ വൈനിനെ ഇനി നമുക്ക് ഇളം ചൂടിൽ ഈ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ച് വെക്കാം. നിറച്ചൊഴിക്കരുത്, ഒരു 1/4 പങ്ക്. കാരണം ഇത് ഫെർമെൻറ്റ് ചെയ്യുമ്പം അതിനുള്ള ഒരു സ്ഥലം കൂടെ നമ്മൾ കൊടുക്കണം. ഞാൻ ഇത്രയും ഒഴിച്ചിട്ടുണ്ട്, ബോട്ടിലിൻ്റെ ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതാ നമുക്ക് 1/2 കിലോ ബീട്രൂട്ടും 1.25 ലിറ്റർ വെള്ളം, 1.5 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, പട്ട, ഇഞ്ചി, ഗ്രാമ്പൂ ഒക്കെ ഇട്ട നല്ല സൂപ്പർ ബീട്രൂട്ട് വൈൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൈറ്റായിട്ട് അടയ്ക്കരുത്, ഒന്ന് ലൂസായിട്ട് അടച്ചിട്ട് ഒരു വലിയ വെട്ടമൊന്നും കയറാത്ത ഒരു ഭാഗത്തോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഉച്ച സമയമാണ്. നാളെ ഇതുപോലത്തെ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം, മറ്റന്നാളും ഒന്ന് ഇളക്കി കൊടുക്കാം, അടുത്ത ദിവസം നമുക്ക് യൂസ് ചെയ്യാം. ഇന്നിപ്പോൾ കുടിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പം നിറച്ചൊഴിക്കരുത് ഒരു കാരണവശാലും. ഇത് ഫെർമെൻറ്റ് ചെയ്ത് മേപ്പോട്ട് വരും. ടൈറ്റായിട്ട് അടയ്ക്കുകയും ചെയ്യരുത്. ഇതിനെ നമുക്കിനി ചെയ്യാനുള്ളത് ഒരു തുണി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇവനെ അങ്ങ് മൂടി വയ്ക്കാം. അപ്പോൾ വെട്ടം കയറത്തില്ല. അതേപോലെ നമുക്ക് സെറ്റാക്കി വെക്കാം. ഞാനിപ്പോഴേ ഇവിടെ തന്നെ ഇപ്പം ഭയങ്കര ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് വലിയ വെട്ടമൊന്നുമില്ല, വെളിച്ചമൊന്നും ലൈറ്റ് ഇട്ടാൽ തന്നെ വേണം നമുക്ക് പകൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടയ്ക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് തുണിയിട്ട് ഇങ്ങനെ അങ്ങ് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് അങ്ങ് വെക്കുക. അപ്പം നമുക്കിനി 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിവനെ എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ 2 ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നത് കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇതേപോലത്തെ സമയത്ത് തന്നെ വീണ്ടും കാണാം. അപ്പം നമ്മൾ ഇന്നലെ വൈനിട്ട് എല്ലാം അടച്ച്, ഒരുപാട് ടൈറ്റാക്കി അടയ്ക്കത്തില്ല, കുറച്ച് ലൂസാക്കി അടച്ച് വെച്ചേക്കുക. നല്ലോണം ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ സെയിം ടൈമായി നമുക്ക് ഇവനെ ഈർപ്പമായി ഒന്നുമില്ലാത്ത തുടച്ച് നല്ല നീറ്റാക്കിയ ഒരു തവി കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കണമെന്ന് നിർബന്ധം തുറന്നപ്പോഴത്തേക്കുണ്ടല്ലോ എന്ത് നല്ല മണമാണ് വരുന്നതെന്ന് അറിയാമോ. ഇളക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മളിപ്പോൾ ഇന്നലെ തന്നെ കുടിക്കാൻ ഇതിന് നല്ല രുചിയാണ്. കണ്ട, ഇതിൻ്റെ കളർ തന്നെ നോക്കിക്കേ നിങ്ങൾ. കണ്ട, നമ്മൾ ഒരു കളറും ചേർത്തിട്ടില്ല, ഒന്നുമില്ല. ബീട്രൂട്ടിൻ്റെ തനതായ കളറാണത്. അപ്പം നമ്മൾ ഇന്നും ഇതുപോലൊന്ന് ഇളക്കിയെല്ലാം വെച്ചു. അതുപോലെ വലിയ ടൈറ്റാക്കാതെ ശകലം ലൂസാക്കി അടച്ച് വെക്കുക. നാളെ ഇതുപോലത്തെ സമയത്ത് നമുക്കൊന്നുകൂടി ഇളക്കിയിട്ട് നാളെ മുതലോ ഇന്ന് മുതലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എങ്കിലും ഞാൻ ഇന്നെടുക്കുന്നില്ല, നാളെ എടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് നാളെ കാണാം. നമ്മുടെ വൈന് ഇട്ടതിൻ്റെ അന്ന്, അത് നെക്സ്റ്റ് ഡേ, അതിൻ്റെ നെക്സ്റ്റ് ഡേ ഇത്, അതായത് ഇട്ട ദിവസം കൂട്ടിയില്ലെങ്കിൽ ഇന്ന് 2ാമത്തെ ദിവസം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്തൊരു മണമെന്നറിയാം. കണ്ടോ, ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. വാ, ബീട്രൂട്ടാണെന്ന് നമ്മൾ പറഞ്ഞാൽ കൂടെ വിശ്വസിക്കത്തില്ല ആരും, അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പം അടച്ചു വയ്ക്കുകയാണ്. നാളെ നമുക്കിത് എടുത്തുപയോഗിക്കാം. അപ്പം ക്രിസ്മസ് ഇങ്ങനെ അടുത്തല്ലോ, വൈൻ ഉണ്ടാക്കിയില്ലല്ലോ എന്നൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. വെറും 3 ദിവസം കൊണ്ട് നമുക്ക് നല്ല സൂപ്പർ വൈൻ, ഒരു 100 രൂപ മാക്സിമം എല്ലാത്തിനും കൂടെ ചിലവാകും. നമുക്ക് 2 ലിറ്ററോളം വൈൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനി നമുക്ക് നാളെ കാണാം. നമ്മുടെ വൈൻ
വൈൻ ഇട്ട് വെച്ചിട്ട് ഇന്ന് 3 ദിവസമായി. അപ്പം നമുക്കിനി ഇവനെ തുറന്നിട്ട് ഞാനിനി ഇളക്കുന്നില്ല. ഞാൻ 3 ദിവസം ഇട്ട ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഇളക്കിയതാണ്. നമുക്കതിന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. അടിയിൽ മട്ടി കാണും, കളർ കാണും. അതിനൊക്കെ എല്ലാവരും ഇത്രയല്ലേ കുടിക്കുകയുള്ളൂ, കണ്ടല്ലേ. അപ്പം നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. വൈൻ വാങ്ങിച്ചില്ലല്ലോ, വൈൻ ഉണ്ടാക്കിയില്ലല്ലോ എന്നൊന്നും ആരും വിഷമിക്കേണ്ട. വെറും 3 ദിവസം കൊണ്ട് 100 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് അടിപൊളി വൈൻ ഉണ്ടാക്കാം. വൈനോടൊപ്പം ഞാൻ നല്ല സൂപ്പർ കള്ളപ്പവും നല്ലൊരു പ്ലം കേക്കും. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കണം, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.